അയാളിൽ നിന്നും ചതിക്കപ്പെട്ടതോർത്ത് നീ ദുഃഖിച്ചിരിക്കേണ്ടതില്ല. അയാളുടെ ചതി തിരിച്ചറിഞ്ഞതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. സ്വന്തം സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായാണ് അത്രയും നാൾ അയാൾ മധുരമായി സംസാരിച്ചതും സഹതാപം നേടുന്ന സങ്കടക്കഥകൾ പറഞ്ഞു നിന്നതും. ചതിക്കപ്പെട്ടതറിഞ്ഞുള്ള വേദനയിലുണ്ടായ നിന്റെ ചോദ്യപ്രതീകരണം കാരണമാണ് നിന്നെ അയാളുടെ ശത്രുവായി കണ്ടു തുടങ്ങിയത്. സത്യം പറഞ്ഞതുകൊണ്ടാണ് നീ അയാളുടെ ശത്രുവായത്. നുണകൾക്ക് നടുവിൽ നിൽക്കുന്നതുകൊണ്ടാണ് അയാൾക്കൊപ്പം ആളുകളുള്ളത്. ആ അംഗബലം നഷ്ടപ്പെടാതിരിക്കാനാണ് അയാൾ നിന്റെ നാശം ആഗ്രഹിക്കുന്നത്. കാരണം സത്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഭയന്ന് കഴിയുവാൻ മാത്രമേ നുണകൾക്ക് സാധിക്കൂ. നിലയില്ലാ കയത്തിൽ നിന്നും കൈപിടിച്ചുയർത്തി സ്ഥാനമാനങ്ങൾ നേടിക്കൊടുത്ത നിന്നെ അയാൾ ചതിച്ചെങ്കിൽ ഇന്ന് അയാൾക്കൊപ്പമുള്ളവരും ചതിക്കപ്പെടുകയാണ്. നിസ്വാർത്ഥമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത നിനക്ക് വേദനകളും കഷ്ടപ്പാടുകളും അവർ സമ്മാനിച്ചപ്പോൾ അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ തന്നെ സ്വന്തം നാശത്തിന് വഴിയൊരുക്കുമെന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയില്ല. അതിനുള്ള